എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉയിർ എന്നൊരു ചിത്രം ഇറങ്ങുകയുണ്ടായി. ആ ചിത്രം ഒരുപാട് പ്രശസ്തരും കണ്ട് ആ ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നതാണ്. കാരണം അത് ട്രൂ സ്റ്റോറിയാണ്. ഉയിർ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എം പത്മകുമാർ. മലയാളത്തിൽ സുപരിചിതനായ ഈ ഡയറക്ടർ നമ്മുടെ മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന റോഷൻ മാത്യുവിനെ വെച്ച് ഒരു പോലീസ് സ്റ്റോറിയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ട്രൂ സ്റ്റോറി. ഒരു പോലീസ് ഓഫീസർ 2017 ഈ ചിത്രത്തിൽ പറയുന്ന കഥ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുള്ളൊരു സ്റ്റോറിയാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എം പത്മകുമാർ എന്ന ഡയറക്ടർ. ഈ ചിത്രം വളരെ മനോഹരമായൊരു ചിത്രമാണ്. നടന്ന സംഭവമാണ്. ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കാരണം കുട്ടികളെ കാണുന്നില്ല എന്നൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കൂടെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവരെ കിട്ടിയോ എന്നുള്ളത് പിന്നീട് ആരും അതിൻ്റെ തിരക്കുന്നില്ല. കാരണം മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് എത്രയോ പിള്ളേരെ കാണാതെ പോയിട്ട് ആകെ തിരിച്ച് പിള്ളേരെ കിട്ടുന്നത് ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ ചിത്രം ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ള ഒരു കഥയും കൂടെ ഇതിൽ കൊണ്ടുപോകുന്നു. കാരണം അച്ഛനമ്മമാർ എങ്ങനെ ജീവിക്കണം, ആ അച്ഛനമ്മമാരുടെ അഭാവം കൊണ്ട് അവരുടെ ഒരു എന്താ പറയുക ഈഗോ അല്ലെങ്കിൽ വഴിവിട്ട ബന്ധം അതിലൂടെ കുട്ടികളാണ് ആ ഇതിന് സാക്ഷികളാവുന്നത്. അങ്ങനെ ഒരു ചിത്രം എം പത്മകുമാർ എടുത്തതിൽ വളരെയേറെ അദ്ദേഹം അഭിനന്ദനം അറിയിക്കുന്നു. കൂടാതെ റോഷൻ മാത്യു എന്ന അദ്ദേഹം നല്ലൊരു പോലീസ് കഥാപാത്രം ചെയ്ത്, പിന്നെ ബൈജു സന്തോഷ്, നമ്മുടെ ബൈജു എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തിന് നല്ലൊരു കഥാപാത്രം കിട്ടി. പിന്നെ മറ്റുള്ള ക്യാരക്ടർ റോളൊക്കെ ചെയ്തവർക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നായികയാണെങ്കിൽ അസൽ തമിഴത്തിയായിട്ട് ആണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉയിർ എന്ന ചിത്രം ദമ്പതിമാർ പോയി കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. കാരണം നിങ്ങളുടെ പ്രവൃത്തി മൂലം കുട്ടികളാണ് അതിന് ബലിയാടാളാകുന്നത്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം പോയി കാണുക. ഭാര്യ ഭർത്താക്കന്മാർ കണ്ടിരിക്കേണ്ട ചിത്രമാണ് ഉയിർ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർക്കും ഇതിൻ്റെ ഡയറക്ടറിനും ഇതിൻ്റെ പ്രൊഡ്യൂസറിനും എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനാർഹമായ ഒരു കാര്യം ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് ഇരുകൈ നീട്ടി സ്വീകരിച്ച ചിത്രമാണ് ഉയിർ എന്ന ഈ മനോഹരമായ ചിത്രം. നല്ലൊരു സന്ദേശമുണ്ട്. താങ്ക് യു.